തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ കരുത്തുറ്റ സാന്നിധ്യമായ നടൻ പ്രകാശ് രാജിന്റെ മാതാവ് സുവർണലതയുടെ വിയോഗ വാർത്തയ്ക്കും സംസ്കാര ചടങ്ങുകൾക്കും പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ താരം രംഗത്ത്. തന്റെ വ്യക്തിപരമായ നിലപാടുകളെയും കുടുംബത്തിന്റെ വിശ്വാസങ്ങളെയും കൂട്ടിയിഴച്ച അധിക്ഷേപം ചൊരിഞ്ഞവർക്ക് കൃത്യമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് അദ്ദേഹം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബംഗളൂരുവിലെ ഫ്ളാറ്റിലായിരുന്നു സുവർണലതയുടെ അന്ത്യം. ഏറെക്കാലമായി രോഗബാധിതയായിരുന്ന അവർക്ക് തലച്ചോറിൽ സിസ്റ്റ് കണ്ടെത്തിയതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ഇതിനുശേഷം ശാരീരിക അവശതകളും ഓർമ്മക്കുറവും അവരെ അലട്ടിയിരുന്നു. അമ്മയുടെ അവസാന നിമിഷം വരെ താങ്ങായി പ്രകാശ് രാജ് കൂടെ ഉണ്ടായിരുന്നു. ക്രിസ്തുമത വിശ്വാസിയായിരുന്ന സുവർണലതയുടെ സംസ്കാര ചടങ്ങുകൾ ബംഗളൂരുവിലെ പള്ളിയിൽ വെച്ച ക്രിസ്തീയ ആചാരപ്രകാരമാണ് നടന്നത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ നടനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. പ്രകാശ് രാജിന്റെ നിരീശ്വരവാദ നിലപാടുകളെ മുൻനിർത്തിയായിരുന്നു ഈ ആക്രമണങ്ങൾ. പൊതുവിടങ്ങളിൽ താൻ ഒരു നിരീശ്വരവാദിയാണെന്ന് തുറന്നു പറയാറുള്ള പ്രകാശ് രാജ് അമ്മയുടെ ക്രിസ്തീയ ആചാരപ്രകാരമുള്ള സംസ്കാരത്തിൽ പങ്കെടുത്തത് ഇരട്ടത്താപ്പാണെന്നായിരുന്നു വിമർശകരുടെ വാദം. ചടങ്ങുകളിൽ താരം പ്രാർത്ഥനാപൂർവ്വം പങ്കെടുത്തതും വൈദികരുടെ സാന്നിധ്യവുമാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ ചൊടിപ്പിച്ചത്. താൻ പിന്തുടരുന്ന രാഷ്ട്രീയത്തോടും ആശയത്തോടുമുള്ള വിരോധം തീർക്കാൻ തന്റെ അമ്മയുടെ വിയോഗത്തെ ഉപയോഗിച്ചവർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രകാശ് രാജ് പ്രതികരിച്ചത്. വിദ്വേഷം വിതയ്ക്കുന്നവരെ രാക്ഷസന്മാർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്തവർക്ക് മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ അധിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കൂ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതെ, ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷേ എൻ്റെ അമ്മ അവരുടെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അവരുടെ വിശ്വാസം അനുസരിച്ച് സംസ്കരിക്കപ്പെടാനുള്ള അവകാശം നിഷേധിക്കാൻ ഞാൻ ആരാണെന്നായിരുന്നു എക്സിലൂടെ പ്രകാശ് രാജ് ചോദിച്ചത്. ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെ മാനിക്കേണ്ടത് ഒരു മകന്റെയും ഒപ്പം ഒരു മനുഷ്യന്റെയും കടമയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പരസ്പരം നൽകേണ്ട പ്രഥമമായ ബഹുമാനമാണിതെന്നും ഒരാൾ തന്റെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറ്റൊരാളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുക എന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശം തലയ്ക്ക് പിടിച്ചവർക്ക് ഇത്തരം വികാരങ്ങൾ മനസ്സിലാകുമോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം മറുപടിയിൽ കുറിച്ചു. പ്രകാശ് രാജിന്റെ കുടുംബത്തിലെ വൈവിധ്യം അദ്ദേഹം മുൻപും പല വേദികളിൽ ചർച്ചയാക്കിയിട്ടുണ്ട്. തന്റെ അമ്മ ക്രിസ്ത്യാനിയാണെന്നും എന്നാൽ ഭാര്യ ഹിന്ദുമത വിശ്വാസിയാണെന്നും അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ വീട്ടിൽ വിവിധ മതവിശ്വാസങ്ങൾ ഒത്തുചേരുന്നുണ്ടെങ്കിലും അതെല്ലാം വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മതത്തെ മറ്റൊരാളെ ഉപദ്രവിക്കാനോ നിർബന്ധിതമായി മതം മാറ്റാനോ ഉപയോഗിക്കാത്ത കാലത്തോളം എല്ലാ വിശ്വാസങ്ങളെയും താൻ ബഹുമാനിക്കുന്നുവെന്നതാണ് പ്രകാശ് രാജിന്റെ നിലപാട്. ഈ മതേതര കാഴ്ചപ്പാടാണ് തന്റെ കുടുംബത്തിലും അദ്ദേഹം പിന്തുടരുന്നത്. മകന്റെ വിശ്വാസമല്ല, മറിച്ച് മരിച്ച വ്യക്തിയുടെ ആഗ്രഹമാണ് സംസ്കാര ചടങ്ങുകളിൽ പാലിക്കപ്പെടേണ്ടതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. സുവർണലതയുടെ വിയോഗം പ്രകാശ് രാജിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വ്യക്തിപരമായ നഷ്ടമാണ്. സിനിമയിലെ തിരക്കുകൾക്കിടയിലും അമ്മയുടെ പരിചരണത്തിനായി അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. തലച്ചോറിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയ്ക്കൊപ്പം അദ്ദേഹം ചെലവഴിച്ച നിമിഷങ്ങൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞ സിനിമാ രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും അനുശോചനം അറിയിച്ചിരുന്നു. പ്രകാശ് രാജിന്റെ മറുപടിയെ അനുകൂലിച്ച വലിയൊരു വിഭാഗം ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. മനുഷ്യത്വം എന്നത് ഏതൊരു മതത്തെക്കാളും വിശ്വാസത്തെക്കാളും മുകളിലാണെന്ന് പ്രകാശ് രാജിന്റെ ഈ വാക്കുകൾ അടിവരയിടുന്നു. അമ്മയുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തതിലൂടെ താനൊരു മികച്ച മകനാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണെന്ന് ആരാധകർ പറയുന്നു. വിശ്വാസം തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. വിദേശ പ്രചാരകർ ഇത്തരം വൈകാരിക നിമിഷങ്ങളെ പോലും ദുരുപയോഗം ചെയ്യുന്നത് സമൂഹത്തിന് ഗുണകരമല്ലെന്ന് പ്രകാശ് രാജിനെ പിന്തുണയ്ക്കുന്നവർ അഭിപ്രായപ്പെടുന്നു. തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും കുടുംബാംഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ താരം കാണിച്ച പക്വത പ്രശംസനീയമാണ്. അമ്മയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പ്രകാശ് രാജ് മുൻപ് വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. മകനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലും അമ്മയോടുള്ള സ്നേഹവും കടപ്പാടും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. ആ കടപ്പാടിന്റെ അവസാന ഭാഗമെന്ന നിലയിലാണ് അവരുടെ ആഗ്രഹപ്രകാരം സംസ്കാരം നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ബംഗളൂരുവിലെ ലളിതമായ ചടങ്ങുകൾക്ക് ശേഷം കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് സുവർണലതയെ യാത്രയാക്കിയത്. വിദേശ പ്രചാരകർ എത്രയൊക്കെ ബഹളം വെച്ചാലും തന്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മനുഷ്യത്വത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും പ്രകാശ് രാജ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പ്രകാശ് രാജിന്റെ തുറന്ന പ്രതികരണം സാംസ്കാരിക കേരളത്തിലും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. വിശ്വാസവും യുക്തിവാദവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളല്ല, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ആദരവുമാണ് വലുതെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വിദേശം വിതയ്ക്കുന്നവർക്ക് ഇതൊരു പാഠമാകുമെന്നാണ് കരുതപ്പെടുന്നത്.
ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യാറുള്ള പ്രകാശ് രാജ് സ്വന്തം ജീവിതത്തിൽ നേരിട്ട ഈ അധിക്ഷേപത്തെയും സധൈര്യം നേരിടുകയാണ്. അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ ആദരം അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നടത്തിയ യാത്രയപ്പ് തന്നെയാണ്. വിമർശനങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും മറുപടി നൽകുമ്പോഴും അമ്മയോടുള്ള സ്നേഹത്തിൽ താരം വികാരാധീനനായിരുന്നു. സ്നേഹവും ബഹുമാനവും ഇല്ലാത്തവർക്ക് മാത്രമേ ഇത്തരം ക്രൂരമായ പ്രചാരണങ്ങൾ നടത്താൻ സാധിക്കൂ എന്ന് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചു. വിദേശത്തിന്റെ രാഷ്ട്രീയം മരിച്ചവരുടെ ആത്മാവിനെ പോലും വെറുതെ വിടുന്നില്ല എന്ന യാഥാർത്ഥ്യം ഈ സംഭവം തുറന്നു കാട്ടുന്നു.